السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين ഭാഗം 29 ബഹുമാനപ്പെട്ട അബ്ദുസ്സലാം ഇബ്നു അബ്ദുറഹ്മാൻ അൽ ഹസനി മഹാനവർകൾ അദ്ദേഹം പറയുകയാണ്, അഖംതു ബി മദീനത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പരിശുദ്ധമായ മദീനയിൽ ഞാൻ താമസിച്ചു. സലാസത്ത് അയ്യാം, 3 ദിവസം ഞാൻ അവിടെ താമസിച്ചിരുന്നു. പക്ഷേ ലം അസ്തത്അം ഫീഹാ, ആ 3 ദിവസത്തിൽ എനിക്ക് യാതൊരു ഭക്ഷണം കിട്ടിയില്ല. വല്ലാത്ത വിശപ്പ് സഹിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ഫഅതൈതു ഇന്ദ മിമ്പരിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ മിമ്പറിൻ്റെ അടുത്തേക്ക് ഞാൻ പോയി. എന്നിട്ട് ഫസല്ലൈതു റകഅതൈനി, ഞാൻ 2 റക്അത്ത് നിസ്കരിച്ചു. ആ സ്ഥലത്ത് വെച്ച് ഞാൻ മിമ്പറിൽ വെച്ച് ഞാൻ അവിടെ മെഹ്റാബിൻ്റെ അവിടെ മിമ്പറിൻ്റെ അടുത്ത് വെച്ച് ഞാൻ 2 റക്അത്ത് നിസ്കരിച്ചു. അങ്ങനെ നിസ്കരിച്ചിട്ട് സുമ്മ ഖുൽതു, ഞാൻ പിന്നെ അവിടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് സഹായം തേടി. യാ ജദ്ദി ജുഅ്തു അതമന്ന അലൈക സറദതക, ഓ നബിയെ, എൻ്റെ ഉപ്പാപ്പ ബഹുമാനപ്പെട്ട അബ്ദുസ്സലാം ഇബ്നു അബ്ദുറഹ്മാൻ, അദ്ദേഹം ഹസനിയാൻ, ഹസൻ റളിയല്ലാഹുവിൻ്റെ സന്താന പാരമ്പര്യത്തിൽ വന്ന അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ഒരു മഹാൻ. അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്നു, യാ ജദ്ദി ജുഅ്തു അതമന്ന അലൈക സറദതക, ഓ എൻ്റെ ഉപ്പാപ്പ, ഞാൻ വല്ലാത്ത വല്ലാത്ത വിശന്നിരിക്കുന്നു. എനിക്ക് തങ്ങളിൽ നിന്ന് എനിക്കെന്തെങ്കിലുമൊരു ഭക്ഷണം കിട്ടണം എന്ന് ബഹുമാനപ്പെട്ട അബ്ദുസ്സലാം ഇബ്നു അബ്ദുറഹ്മാൻ മഹാനവറുകൾ പറഞ്ഞപ്പോൾ അങ്ങനെ അദ്ദേഹം പറഞ്ഞു, പിന്നെ സുമ്മ ഗലബത്നി ഐനി ഫനിംതു, മഹാനവറുകൾ പിന്നെ എനിക്ക് ഉറക്കം വന്നു, ഞാൻ ഉറങ്ങിപ്പോയി. അങ്ങനെ ഉറങ്ങിയപ്പോൾ ഫബൈനമാ അന നായിമുൻ, അങ്ങനെ വൈദാ ബിറജുലൻ യൂഖിദുനി, ഞാൻ ഉറങ്ങിയപ്പോൾ ഒരാൾ വന്ന് എന്നെ ഉണർത്തുന്നു. അങ്ങനെ ഫന്തബഹതു, ഞാൻ ഉണർന്നു. ഫറഅയ്തു മഅഹു ഖദഅൻ മിൻ ഖശബിൻ, അങ്ങനെ ഞാൻ ഉണർന്നു നോക്കുമ്പോൾ ഈ ഉണർത്തിയ ആളെ കയ്യിൽ നല്ല ഭക്ഷണത്തിൻ്റെ ഒരു പാത്രമുണ്ട്, അതിൽ വേണ്ട ഭക്ഷണങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇരുന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, കുൽ ഫഖുൽതു ലഹു മിൻ അയ്ന ഹാദാ, നിങ്ങൾ കഴിച്ചോ എന്ന് പറഞ്ഞു, തിന്നോ. അപ്പം ഞാൻ ചോദിച്ചു, ഇതെവിടുന്നാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ചെറിയ കുട്ടികൾ എനിക്ക് അവർ നല്ലൊരാഗ്രഹിച്ച ഒരു ഭക്ഷണം, ഇന്ന ഭക്ഷണം വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാനത് എടുത്തുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുകയായിരുന്നു. ആ സമയത്ത് എനിക്ക് ബഹുമാനപ്പെട്ട അങ്ങനെ അന്ന് ഞാൻ കുട്ടികൾക്ക് ഭക്ഷണം കൊണ്ടുപോയി. അങ്ങനെ ഇന്ന സുഹാരിയിലഹും സലാസത്തു അയ്യാം യതമന്നൗന ഹാദ തുആം, 3 ദിവസം സലാസത്ത് അയ്യാം, 3 ദിവസത്തോളമായി എൻ്റെ കുട്ടികൾ ഇന്ന ഭക്ഷണം വേണു എന്ന് പറഞ്ഞ് എന്നോട് ആഗ്രഹിക്കുന്നു. അങ്ങനെ ഞാൻ ആ ദിവസം ഒരു പണിയെടുത്ത് ഭക്ഷണങ്ങളൊക്കെ കുട്ടികൾക്ക് വേണ്ടി കൊണ്ടുപോയി. അന്ന് രാത്രി ഞാൻ ഉറങ്ങിയപ്പോൾ സുബ്ഹാനല്ലാഹ് ഫറഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് സ്വപ്നത്തിൽ പറയുകയാണ്, ഇന്ന അഹദ ഇഖ്വാനക തമന്ന ഹാദ തുആം, നിങ്ങളെ സഹോദരന്മാരിൽ ഒരാൾ ഇതാ വിശന്ന് ഈ ഭക്ഷണം ആഗ്രഹിച്ചിട്ട് ഇരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ അവിടെ കൊണ്ടുപോയി കൊടുക്കണം അദ്ദേഹത്തിന് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞാനിതാ നിങ്ങൾക്ക് ഭക്ഷണം ഞാൻ കൊണ്ടുവന്ന് തന്നതാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് ഭക്ഷണം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്ന് തന്നു എന്ന് ആ മനുഷ്യൻ പറയുന്നു. സുബ്ഹാനല്ലാഹ്, ഇതാണ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ഹയാതി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും, എൻ്റെ ജീവിതകാലമാവട്ടെ എൻ്റെ ജീവിതം മരണശേഷമാവട്ടെ ഏത് സന്ദർഭത്തിലും നിങ്ങൾക്കത് ഖൈറാണ്, എപ്പോഴും എന്നിൽ നിന്ന് ഖൈറുണ്ടായിക്കൊണ്ടേയിരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിൻ്റെ ഒരു പ്രസക്തമായ ഒരു ഉദാഹരണമാണിത്. അള്ളാഹു നമുക്കും ആ നബിയുടെ ആ ഹബീബിൻ്റെ ഷഫാഅത്ത് ഈ ദുനിയാവിലും ആഖിറത്തിലും നൽകുമാറാകട്ടെ. ആമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.